സെലക്ഷൻ കൺട്രോളുകളിൽ രണ്ടാമത്തെ സെലക്ഷൻ കൺട്രോളിൻ്റെ പേര് ആഡ് ടു സെലക്ഷൻ എന്നാണ്. അതായത് ഇപ്പോൾ നിലവിലുള്ള സെലക്ഷനിലോടുകൂടി തന്നെ കൂടുതൽ സെലക്ഷനെ ആഡ് ചെയ്യുന്നതിനാണ് ആഡ് ടു സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് നിലനിൽക്കും. ഞാനിത് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നിങ്ങളുടെ മൗസ് പോയിന്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ക്രോസ് ഹെയറിനോട് കൂടെ ഒരു പ്ലസ് സൈനും കൂടി കാണാനായിട്ട് സാധിക്കും. രണ്ട് പ്ലസ് സൈനുകൾ കാണാനായിട്ട് സാധിക്കും. ഒന്ന് ക്രോസ് ഹെയർ, ഒന്ന് അഡീഷൻ എന്നുള്ളതിൻ്റെ പ്ലസ് സൈൻ, അങ്ങനെ രണ്ട് പ്ലസ് സൈനായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് നിലനിൽക്കുന്ന അവസരത്തിൽ ഇത് എഡീഷൻ മോഡിലാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് കൂടുതൽ എന്താ പറയുക, റെക്റ്റാങ്കിൾ ഷേപ്പുകളെ ഈ നിലവിലുള്ള സെലക്ഷനോട് കൂടിയിട്ട് ആഡ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആവശ്യമായ ഷേപ്പിലേക്ക് സെലക്ഷൻ കണ്ടോ, സെലക്ഷൻ ഇങ്ങനെ. പക്ഷേ എല്ലാം ഒരു റെക്റ്റാങ്കിൾ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്, ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്താ പറയുക, ആഡ് ടു സെലക്ഷൻ എന്നാണ് ഇതിൻ്റെ പേര്. ന്യൂ സെലക്ഷനിൽ ബട്ടൺ ഇരിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ, വെറുതെ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ആ സെലക്ഷൻ ആഡ് ടു സെലക്ഷനിലേക്ക് പോകുന്നത്, ടൂൾ സെലക്ഷൻ ആഡ് ടു സെലക്ഷനിലേക്ക് പോകുന്നത് വളരെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. നോക്കാം, കണ്ട ഷിഫ്റ്റ് കീ പിടിച്ചപ്പോൾ ആഡ് ടു സെലക്ഷനിലേക്കാണ് പോയത്. ഇനി നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് എഡിഷൻ നടത്താവുന്നതാണ്. സെലക്ഷൻ നേരിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഷിഫ്റ്റ് കീ വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ന്യൂ സെലക്ഷനിലായിരിക്കും നമ്മുടെ സെലക്ഷൻ വന്ന് നിൽക്കുക എന്ന് മനസ്സിലാക്കണം. ഞാനിവിടെ കൺട്രോൾ ഡി പ്രസ് ചെയ്തുകൊണ്ട് സെലക്ഷൻ മൊത്തം ഒഴിവാക്കുകയാണ്. കൺട്രോൾ ഡി എന്നാൽ ഡീസെലക്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇവിടെ സബ്ട്രാക്ട് സെലക്ഷൻ എന്നുള്ളതാണ് ഈ ബട്ടൺ. യാതൊരു സെലക്ഷനും ഇല്ലാത്ത അവസരത്തിൽ ഞാനിവിടെ ഈ ബട്ടൺ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ മൗസ് പോയിന്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ന്യൂ സെലക്ഷൻ്റെ മൗസ് പോയിന്റർ ആയിരിക്കുന്നത് കാണാം. അതായത് നിലവിൽ സെലക്ഷനുകളൊന്നും ഇല്ലെങ്കിൽ ഈ ഇതിലേതെങ്കിലും ഒരു ബട്ടണിൽ സെലക്ഷൻ ടൂൾ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആദ്യത്തെ സെലക്ഷൻ ന്യൂ സെലക്ഷൻ ആയിട്ടായിരിക്കും വരുന്നത്. കാരണം ഏതെങ്കിലും ഒരു സെലക്ഷൻ നിലവിലുള്ളപ്പോഴാണ് ഈ ബാക്കി മൂന്ന് ബട്ടണുകൾക്കും പ്രസക്തിയുള്ളത്. അതുകൊണ്ട് ഏത് മൂന്ന് ടൂളിലും സെലക്ഷൻ ടൂൾ ആയിരിക്കുന്ന അവസരത്തിലും ആദ്യത്തെ സെലക്ഷൻ ന്യൂ സെലക്ഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ടൂള് സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്നുള്ളതാണ്. അതായത് നിലവിലുള്ള സെലക്ഷനിൽ നിന്നും കുറയ്ക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഞാൻ സെലക്ഷൻ ചെയ്തു, ഒരു ഏരിയ സെലക്ട് ചെയ്തു. ഇത് ന്യൂ സെലക്ഷൻ ആണെന്ന് അറിയാമല്ലോ. ഇനി നോക്കി കഴിഞ്ഞാൽ മൗസ് പോയിന്ററോട് കൂടിയിട്ട് ഒരു മൈനസ് ബട്ടൺ, മൈനസ് ചിഹ്നം കൂടി വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈ അവസരത്തിൽ നമുക്ക് സെലക്ഷൻ ഏരിയ കൊടുത്തുകൊണ്ട് നമുക്ക് നിലവിലുള്ള സെലക്ഷനെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ടോ. ഇവിടെ ഒരു കഷ്ണം കട്ട് ചെയ്ത് കളയാം, അതുപോലെ തന്നെ ഇങ്ങനെ സെലക്ഷൻ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏരിയ നിലവിലുള്ള സെലക്ഷനിൽ നിന്നും പോകുന്നതിനാണ് സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ എഡിറ്റിംഗ് ടൂളിലെ ഈ അവസാനത്തെ ഈ ബട്ടൺ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സെലക്ഷൻ നിലവിലില്ലെങ്കിൽ അതൊരു ന്യൂ സെലക്ഷൻ്റെ ക്രോസ് ഹെയർ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഞാനിവിടെ സെലക്ഷൻ കൊടുക്കാൻ പോവുകയാണ് ഡ്രാഗ് ചെയ്തുകൊണ്ട്. ഇവിടെ ഒരു സെലക്ഷനായി. ഇപ്പോൾ നമ്മുടെ മൗസ് പോയിന്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഇവിടെ ഞാനത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻറ്റു ചിഹ്നം, ഒരു ഗുണന ചിഹ്നം എക്സ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അതായത് രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷൻ ആണത്. രണ്ട് സെലക്ഷനും കൂടി, ഒരു സെലക്ഷൻ കൂടി നമ്മൾ ചെയ്യുമ്പോൾ നിലവിലുള്ള സെലക്ഷനും
പുതുതായി നമ്മൾ കൊടുക്കുന്ന സെലക്ഷനും കൂട്ടിമുട്ടുന്ന പൊതുവായ ഒരിടം മാത്രം നിലനിർത്തി ബാക്കിയുള്ളത് കളയും. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഒരെണ്ണം വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സെലക്ഷൻ, അതായത് ആദ്യത്തെ സെലക്ഷനും രണ്ടാമത്തെ സെലക്ഷനും മുട്ടുന്ന വളരെ ചെറിയ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. കണ്ടോ? അപ്പോൾ ബാക്കി ഭാഗം രണ്ടു ഭാഗവും പോയി. ഇത് വളരെയധികം ഉപകാരമുള്ള ഒരു ടൂളാണ്. ഇതിൻ്റെ ഉപയോഗങ്ങളും വളരെയധികം നമുക്ക് പിന്നീട് സ്വീകരിക്കാവുന്നതാണ്, പഠിക്കാവുന്നതുമാണ്. ഇത്രയാണ് സെലക്ഷൻ എഡിറ്റിംഗ് ടൂളിൻ്റെ സെലക്ഷനെ തന്നെ എഡിറ്റ് ചെയ്യാവുന്ന ടൂളുകളുടെ പ്രത്യേകതകൾ. ധാരാളമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് റെക്ടാങ്കുലർ മാർക്കിക്ക് മാത്രമാണ് ഇങ്ങനെ എന്താ പറയുക, സെലക്ഷൻ എഡിറ്റിംഗ് ഉള്ളത് എന്ന് കരുതരുത്. അതായത് എല്ലാ സെലക്ഷൻ ടൂളിനും ഈ പറഞ്ഞ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള സെലക്ഷൻ രൂപങ്ങൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു സംഗതി, ഇപ്പോൾ ഈ നമ്മൾ ലാസ്റ്റ് പഠിച്ചിട്ടുള്ള ഒരു ടൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ ലാസ്റ്റായിട്ട് പഠിച്ചിട്ടുള്ള ടൂളിൽ ഒരു സെലക്ഷൻ നിലനിൽക്കുമ്പോൾ മറ്റൊരു സെലക്ഷൻ ചെയ്യുമ്പോൾ ആ രണ്ട് സെലക്ഷനുകൾക്കും പൊതുവായ ഒരിടം ഉള്ളപ്പോഴാണ് ഇതുണ്ടാവുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് സെലക്ഷൻ നിലനിൽക്കുമ്പോൾ നമുക്ക് അതിന് പൊതുവായ ഒരു ഇടം ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു വാർണിംഗ് മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതാണ്. നോ പിക്സൽസ് വെർ സെലക്റ്റഡ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള രണ്ട് സെലക്ഷനുകൾക്കും പൊതുവായിട്ടുള്ള ഒരു ഇടം ഇല്ല. ഇത് എവിടെ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, അതായത് ഖണ്ഡിക്കുന്നില്ല. രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു വാർണിംഗ് മെസ്സേജ് വന്നിരിക്കുന്നത്. നമുക്കിത് ഓക്കെ അടിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ഷൻ രണ്ടും ഒഴിവായി പോകുന്നതാണ്. കീബോർഡിൽ Ctrl+A എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിത്രം മുഴുവനായിട്ട് സെലക്ട് ചെയ്യപ്പെടും. ഞാനിവിടെ Ctrl+A പ്രസ് ചെയ്തപ്പോൾ മുഴുവൻ ചിത്രത്തിന് ചുറ്റും മാർക്കി ടൂള് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആൻഡ് മാർച്ചിങ് വന്നിരിക്കുന്നത് ശ്രദ്ധിക്കാം. ഇത് കൂടാതെ സെലക്ട് എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഓൾ, ഇവിടെ കണ്ടില്ലേ Ctrl+A എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മുഴുവൻ ചിത്രം എന്ന് പറഞ്ഞുവിടാ മുഴുവൻ ലെയറിനെ, ആക്റ്റീവ് ലെയറിനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സെലക്ഷൻ്റെ മറ്റ് രൂപങ്ങളെ കൂടി പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ലെയറിലേക്ക് പോകാം. വളരെയധികം ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കേണ്ട ഒരു ഭാഗമാണ് ലെയർ. ഇപ്പോൾ ഓൾ സെലക്ട് എന്നുള്ള കമാൻഡാണ് Ctrl+A.